ആർഎസ്എസിന്റെ തീവ്ര ഹിന്ദുത്വ നിലപാടിലൂന്നി ബിജെപിയുടെ പ്രകടന പത്രിക അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമാക്കുമെന്നും ലോകമാകെ രാമായണ ഉത്സവം സംഘടിപ്പിക്കുമെന്നും നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. കർഷകർക്ക് മിനിമം താങ്ങുവില അടക്കം നടപ്പിലാക്കാൻ കഴിയാത്ത മുൻ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഇലക്ടറൽ ബോണ്ട് കോഴയെക്കുറിച്ചും പ്രകടന പത്രികയിൽ മൗനം. തീവ്ര ഹിന്ദുത്വത്തിലൂന്നിയ മോദി ഗ്യാരണ്ടി തന്നെയാണ് ബി.ജെ.പി മൂന്നാം തവണയും അധികാര തുടർച്ചയിൽ ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ബി.ജെ.പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, പാർട്ടി അധ്യക്ഷൻ ജെ.പി. നദ്ദ എന്നിവർ ചേർന്ന് പ്രകടന പത്രിക പുറത്തിറക്കി. ദളിത്, കർഷക, സ്ത്രീ, യുവാക്കൾ എന്നീ വിഭാഗങ്ങളുടെ പുരോഗതിയാണ് ലക്ഷ്യമെന്ന് പറയുമ്പോഴും പുതിയ പ്രഖ്യാപനങ്ങളോ ദീർഘവീക്ഷണങ്ങളോ പ്രകടന പത്രികയിലില്ല. അധികാരത്തിലെത്തിയാൽ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുമെന്നാണ് മോദിയുടെ പ്രധാന ഗ്യാരണ്ടി. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കും, ലോകമാകെ രാമായണോത്സവം സംഘടിപ്പിക്കും, അയോധ്യയിൽ കൂടുതൽ വികസനം നടപ്പാക്കുമെന്നിങ്ങനെ പൂർത്തീകരിക്കാനാവാത്ത ആർഎസ്എസ് അജണ്ടകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മോദി പ്രഖ്യാപിക്കുന്നു. बीजेपी ने आर्टिकल 370 को हटाया और हम सीएए लेकर आए. हम वन नेशन वन इलेक्शन के विचार को भी साकार करने का संकल्प लेकर के आगे बढ़ेंगे. बीजेपी यूनिफॉर्म सिविल कोड को भी देश हित में उतना ही आवश्यक समझती है. കൂടുതൽ വന്ദേ ഭാരത് ബുള്ളറ്റ് ട്രെയിനുകൾ, ദരിദ്ര വിഭാഗങ്ങൾക്ക് 3 കോടി വീടുകൾ, 6G സാങ്കേതികവിദ്യ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും, റേഷൻ, വെള്ളം എന്നിവ അടുത്ത 5 വർഷം സൗജന്യമായി നൽകും, സോളാർ പാനലുകൾ പ്രോത്സാഹിപ്പിച്ച് വൈദ്യുതി നിരക്ക് 0-ലെത്തിക്കും എന്നിങ്ങനെ വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിലുണ്ട്. എന്നാൽ വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ പരിഹരിക്കാനുള്ള പദ്ധതികളോ കർഷകരുടെ മിനിമം താങ്ങുവില സംബന്ധിച്ചോ പ്രകടന പത്രികയിൽ മൗനം മാത്രം. മൂന്നാം ഊഴം ലക്ഷ്യമിട്ടിറങ്ങുന്ന ബി.ജെ.പിക്ക് പുതിയ പ്രഖ്യാപനമൊന്നുമില്ലാതെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഏകീകൃത സിവിൽ കോഡ് അടക്കമുള്ള ആർഎസ്എസ് അജണ്ടകൾ മാത്രമാണ് മോദിയുടെ ഗ്യാരണ്ടി. ബി.ജെ.പി ആസ്ഥാനത്തു നിന്നും ശൈലേഷ് കല്ലായിക്കൊപ്പം CP ജോസഫ്, കൈരളി ന്യൂസ്, ദില്ലി.